ഹലോ, എൻ്റെ പേര് അഭിനവ് പി. നമ്മൾ ഇന്ന് ഒരു സിമ്പിൾ ആൻഡ്രോയിഡ് ഗെയിം ഉണ്ടാക്കാൻ പോവാണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ആപ്പിൻ്റെ ഐഡിയ സിമ്പിളാണ്. അതായത് 3 ലെറ്റേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ താഴെ 3 ബട്ടൺസ് ഉണ്ടാവും. എന്നിട്ട് ഈ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റാൻഡായിട്ട് ഓരോ ലെറ്റേഴ്സ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ചിലപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സിയോ അങ്ങനെ റാൻഡായിട്ട് വരും. അപ്പോൾ ഇത് 3 കൂട്ടി വായിക്കുമ്പോൾ ഒരു വാക്ക് വരാം. അതാണ് ഈ ഗെയിമിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ 3 ബട്ടണും മാറി മാറി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വേർഡ് വരുത്താം. വേർഡ് വരുത്തുമ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടും. ഇത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യാൻ നമുക്ക് പോയിന്റ്സ് കുറയും. പക്ഷേ കറക്റ്റായിട്ട് വേർഡ് കിട്ടുമ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടും. ഒരു 10 പോയിന്റ്സ് കിട്ടും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു -1 പോയിന്റ്സ് കുറയും. അപ്പോൾ ഇതിൽ ജസ്റ്റ് വെറുതെ റാൻഡായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ്സ് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ സിയും എയും വന്നു ഇരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കാറ്റെന്ന് വേണ്ടി നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ടി വരുത്താൻ പറ്റും. അപ്പോൾ ഈ ബട്ടൺസ് റാൻഡാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഇത് വേർഡ്സിൻ്റെ ഒരു ലെറ്റേഴ്സ് നോക്കിയിട്ട് നമുക്ക് 3ാമത്തെ ലെറ്റർ നമുക്ക് ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിനാണ് ഈ ഗെയിം വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു ഗൂഗിൾ ബോട്ട് ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ഈ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കി. അപ്പോൾ ഇതിൽ ബട്ടൺസ് 3 ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് 3 ബട്ടൺസ് വലിച്ചിട്ട് 3 ടെക്സ്റ്റ് വ്യൂ വലിച്ചിട്ട് ABC, അതുപോലെ വേറെ ടെക്സ്റ്റ് വ്യൂവും വലിച്ചിട്ടു. ഇനി നമുക്ക് കോഡിങ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം നമ്മൾ എല്ലാത്തിനും ഇൻഡെക്സ് ചെയ്തു, ഈ ബട്ടൺസിനെ ഇതിനൊക്കെ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതെങ്ങനെയാണ് ഇത് ബട്ടൺസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് റാൻഡായിട്ട് ജനറേറ്റ് ചെയ്യണമെന്ന് ഞാൻ നോക്കി. ഗൂഗിളിൽ നോക്കിയപ്പോൾ ഈ കോഡാണ് കിട്ടിയത്. ഈ കോഡിൽ നിന്ന്, അതായത് ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് 1 മാറ്റിയിട്ട് ഇതാക്കണം. ഇവിടെ ഞാനിപ്പോൾ ഏതാക്കുകയാണെങ്കിൽ അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് 1 മാറ്റിയിട്ട് A ആവും. പക്ഷേ ഇവിടെ എന്ന് പറയല്ല, ഒരു ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ജനറേറ്റ് സ്ട്രിംഗ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റാൻഡായിട്ടുള്ളൊരു ലെറ്റർ എടുക്കും. അപ്പോൾ ഇത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് ഈ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ഈ ABC ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ സ്ട്രിംഗ് ഉണ്ട്, ഈ ABC A തൊട്ട് Z വരെ ആൽഫബറ്റ്, അതിലത്തെ ഏതെങ്കിലും ഒരു റാൻഡായിട്ട് ഒരു ലെറ്റർ പിക്ക് ചെയ്യും. അതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് വ്യൂ 1 മാറും. ബട്ടൺ 2 ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് വ്യൂ 2 മാറും. അതായത് 3 സെയിം ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷേ ഈ ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മാറും, സെക്കൻഡത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെയിം ഫംഗ്ഷൻ തന്നെ ഉപയോഗിച്ചിട്ട് കിട്ടിയ ഇത് മാറും. ഇത് പറയുമ്പോൾ സെയിം ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കും, പക്ഷേ ഇതാണ് മാറുക. അപ്പോൾ 3 റാൻഡായിട്ട് മാറും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് റാൻഡായിട്ട് മാറി കഴിഞ്ഞിട്ട് ഇത് ഒരു വേർഡ് ആകുമ്പോൾ ഡിറ്റക്ട് ചെയ്യണം. എന്നിട്ട് പോയിന്റ്സ് കൂട്ടണം. അപ്പോൾ ഞാൻ തൽക്കാലം പോയിന്റ്സിൻ്റെ സംഭവം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹുറേന്നും അല്ലെങ്കിൽ ഫൈൻഡ് വേർഡെന്നും അങ്ങനെ കാണിക്കാനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റാണെന്ന് പറയണമെങ്കിൽ ആ 3 ആദ്യം ഡിക്റ്റേറ്റ് ചെയ്യണം. അതായത് 3 ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ഔട്ട്പുട്ടാണ്. ടെക്സ്റ്റ് 1 ടെക്സ്റ്റ് വ്യൂ 1 ടെക്സ്റ്റ് വ്യൂ 2 ടെക്സ്റ്റ് വ്യൂ 3 എടുക്കും. എന്നിട്ട് 3 ഒരുമിച്ച് വെക്കും. അതാണ് ഇത് പ്ലസ് ചെയ്യണേ ചെയ്യുന്നത്. അത് 3 ഒരുമിച്ച് വെക്കും. ഇപ്പോൾ ABC എന്നുള്ളത് ഒരു വേർഡല്ല, പക്ഷേ BAC എന്നുള്ളത് നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുമിച്ച് കൂട്ടി വെക്കുന്നതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഒരു വേർഡാണ് നോക്കാം. നമുക്ക് ആദ്യം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഒരു 3 ലെറ്റേഴ്സിലെ എല്ലാ വേർഡ്സും ഇതെടുത്തു. അപ്പോൾ അത് ഞാൻ സ്കോപ്പ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഈ പ്ലസ് ഇട്ടിട്ട് വന്നു. സ്പേസിലുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്ലസ് ഇട്ടിട്ട് വന്നത്. അപ്പോൾ ഇതിൽ 3 ലെറ്റേഴ്സുള്ള ഓൾമോസ്റ്റ് എല്ലാ വേർഡ്സും ഉണ്ട്. പക്ഷേ എല്ലാം ഇല്ല. ഞാൻ നോക്കിയപ്പോൾ കുറച്ചെല്ലാം വേർഡ്സ് ഒന്നും ഇല്ല. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ വേർഡ്സും 3 ലെറ്റർ വേർഡ്സും ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇതിനെ നമ്മൾ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മുടെ ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാൻഡായിട്ട് ജനറേറ്റ് ചെയ്തപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ആ കിട്ടിയിട്ടുള്ള സാധനം ഇത് ആണോ എന്ന് നോക്കണം. അതായത് ഇതിൽ കുറേ വേർഡ്സ് ഉണ്ട്. ഈ ഡിക്ഷണറിയിൽ ഈ ഫംഗ്ഷൻ ഈ സ്ട്രിംഗിൽ കുറേ വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ കണ്ടെയ്ൻ, അതായത് നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയ വേർഡിൽ കണ്ടെയ്ൻസ് ഈ ഡിക്ഷണറിയിലത്തെ ഏതെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് മുകളിലത്തുള്ള ടെക്സ്റ്റ് ഹുറേന്ന് മാറ്റും, അല്ലെങ്കിൽ ഫൈൻഡ് വേർഡ് തന്നെ പഴയ പോലെയാക്കും. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ആപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ റാൻഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വേർഡ് വരുമ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് BAR ഉണ്ട്. അപ്പോൾ നടുക്കിൽ നമുക്ക് എന്താണ് എന്തെങ്കിലും ബാർന്ന് വരുന്ന സംഭവം വരുമോ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ബോയ്. അപ്പോൾ ഹുറേ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് വന്നു. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ പോയിന്റ്സ് കൂട്ടി കൊടുക്കാം.